ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പ്രമേഹം അഥവാ ഷുഗർ ഒരു ജീവിതശൈലി രോഗമാണ്. അധികം പേരെയും ബാധിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. പ്രമേഹത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് ചിട്ടയായ നല്ലൊരു ജീവിതശൈലിയാണ്. അതായത് പ്രമേഹം നിയന്ത്രിക്കാനായി ജീവിത രീതികളിലൂടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. ജീവിത രീതികൾ എന്ന് പറയുമ്പോൾ കാര്യമായും ഭക്ഷണം, എക്സസൈസ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനായി ചില ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും, ചിലതെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതല്ലാതെ ചില ഹോം റെമഡീസും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അതിനാൽ പ്രമേഹമുള്ളവർ പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഘടകങ്ങളെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ചില പാനീയങ്ങൾ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നവയാണ്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇഞ്ചി. ഇഞ്ചി നമ്മൾ മിക്ക കറികളിലും ചേർക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇഞ്ചി ഉപയോഗിച്ച് ഇഞ്ചി ചായ, ജ്യൂസുകളിൽ ചേർത്ത് ഇഞ്ചി കഴിക്കുക, ഇഞ്ചി വെള്ളം തയ്യാറാക്കി കുടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഷുഗർ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതിനാൽ പ്രമേഹമുള്ളവർ ഇഞ്ചി ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഇഞ്ചി പ്രമേഹമുള്ളവരുടെ ഷുഗർ നില താഴ്ത്താൻ സഹായിക്കും. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന സംയുക്തമാണ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പറഞ്ഞതനുസരിച്ച് 100 ഗ്രാം ഇഞ്ചിയിൽ 80 കലോറിയും 1.82 ഗ്രാം പ്രോട്ടീനും 2 ഗ്രാം ഡയറ്ററി ഫൈബറും അടങ്ങിയിരിക്കുന്നു എന്നാണ്. ഈയടുത്ത് നടത്തിയ പഠനപ്രകാരം ഇഞ്ചിക്ക് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തി. അടിസ്ഥാനപരമായി ഇഞ്ചി കാർബോഹൈഡ്രേറ്റുകൾ മെറ്റബോളിസത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഇൻസുലിൻ സംവേദനക്ഷമതയെ മൊത്തത്തിൽ ബാധിക്കുന്ന എൻസൈമുകളെ തടയുകയും അതുവഴി പേശികളിൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. ഇഞ്ചി ഉപയോഗിക്കുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 35% കുറയുകയും പ്ലാസ്മ ഇൻസുലിൻ അളവ് 10% വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ ഷുഗറുള്ളവർ ഡെയിലി ഇഞ്ചി ഉപയോഗിക്കുക. ഷുഗർ കുറയ്ക്കാനായി 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം നല്ലതുപോലെ തിളപ്പിക്കുക. 2-3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം 1 ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ചെറിയ ചൂടോടെ കുടിക്കുക. രണ്ടാമത്തത് വെളുത്തുള്ളി. ഇഞ്ചി പോലെ തന്നെ വെളുത്തുള്ളിയും പ്രമേഹമുള്ളവർ ഒഴിവാക്കരുത്. ഇതും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. വെളുത്തുള്ളിയിലുള്ള അലീസിൻ എന്ന സംയുക്തമാണ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വെളുത്തുള്ളി ചായ വളരെ മികച്ച ഒന്നാണ്. പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിനും വെളുത്തുള്ളി ചായ സഹായിക്കും. ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് വെളുത്തുള്ളി. ആരോഗ്യകരമായ ജീവിതത്തിന് ആരോഗ്യകരമായ ജീവിതശൈലി തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇത് രക്തസമ്മർദ്ദത്തെയും പ്രമേഹത്തെയും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ചായ ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ നിരവധിയാണ്. ഷുഗർ കുറയ്ക്കാനായി വെളുത്തുള്ളി ചേർത്ത ചായ ഈ രീതിയിലാണ് തയ്യാറാക്കേണ്ടത്. 1 ഗ്ലാസ് വെള്ളത്തിൽ 2 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അതല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. ഇട്ട് കൊടുക്കുക. നന്നായി തിളപ്പിക്കുക. 2-3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം 1 ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ചെറിയ ചൂടോടെ കുടിക്കുക. പ്രമേഹമുള്ളവർ വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് മൂലം ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്ന അമിനോ ആസിഡ് ഹോമോസിസ്റ്റിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ ട്യൂമർ കോശങ്ങളെ ചെറുക്കാൻ വെളുത്തുള്ളിയിലെ സൾഫർ സംയുക്തം സഹായിക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. പ്രമേഹമുള്ളവരിൽ ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ എന്നിവ ആരോഗ്യമാക്കുന്നതിനും മൊത്തത്തിലുള്ള പ്രതിരോധശേഷി കൂട്ടുന്നതിനുമൊക്കെ ശക്തമായ നാച്ചുറൽ ആന്റിബയോട്ടിക് കൂടിയാണ് വെളുത്തുള്ളി. മൂന്നാമത്തേത് കറുവപ്പട്ട. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസുകളിൽ ഒന്നാണ് കറുവപ്പട്ട. ഇതും പ്രമേഹമുള്ളവർക്ക് വളരെ നല്ലതാണ്. ഷുഗർ ഉള്ളവർക്ക് മധുരത്തിന് പകരം കറുവപ്പട്ട ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ പ്രമേഹമുള്ളവർ ഉപേക്ഷിച്ചു കൂടാത്തൊരു സ്പൈസാണ് കറുവപ്പട്ട. ഇത് ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ തടി കുറയ്ക്കാനും കൊളസ്ട്രോൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു മരുന്ന് കൂടിയാണ് കറുവപ്പട്ട. കറുവപ്പട്ട വെള്ളം തയ്യാറാക്കാനായി 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ചെറിയ കറുവപ്പട്ട കഷ്ണം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതായാലും ചേർത്ത് കൊടുത്താൽ മതി. 2-3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്ത് കുടിക്കുക.
ശരീരത്തിലെ കൊഴുപ്പൊരുക്കുന്നതിനെ സഹായിക്കുന്ന നല്ലൊരു പാനീയം കൂടിയാണിത്. അതിനാൽ തന്നെ ഈ വെള്ളം തടിയും വയറുമെല്ലാം കുറയ്ക്കാൻ അത്യുത്തമമാണ്. കൂടാതെ വയറിൻ്റെ ആരോഗ്യത്തിന് മികച്ചതായതിനാൽ ഇത് നല്ല ദഹനത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കറുവപ്പട്ട വെള്ളം. 4-ാമത്തേത് ഗ്രാമ്പൂ. ഭക്ഷണങ്ങളിൽ രുചി വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഗ്രാമ്പൂവും ധാരാളം ഔഷധ ഗുണങ്ങളാൽ നിറഞ്ഞതാണ്. ഗ്രാമ്പൂവിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ എന്നിവ കാണപ്പെടുന്നു. പ്രമേഹമുള്ളവർ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 2 ഗ്രാമ്പൂ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നത് വഴി രക്തകോശങ്ങളിൽ വൈറ്റമിൻ സിയുടെ സാന്നിധ്യം നിലനിർത്താനും ഗ്രാമ്പൂ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കരളിൻ്റെ പ്രവർത്തനം, ദഹനം എന്നിവ കൃത്യമായി നടക്കാനും ഗ്രാമ്പൂ കഴിക്കുന്നതിലൂടെ സാധിക്കും. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് ഗ്രാമ്പൂ രാത്രിയിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ഗ്രാമ്പൂ ചേർത്ത് വെള്ളം തയ്യാറാക്കി കുടിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിനായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2-3 ഗ്രാമ്പൂ വിട്ട് നന്നായി തിളപ്പിക്കുക. 3-4 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച് കുടിക്കാവുന്നതാണ്. 5-ാമത്തേത് ഉലുവ. പ്രമേഹം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഭക്ഷ്യവസ്തുവാണ് ഉലുവ. ഉലുവയിൽ പ്രമേഹ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്ന് സയൻസ് പറയുന്നു. കൂടാതെ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും കഴിയും. ഉലുവയിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനത്തെയും ആഗിരണത്തെയും മന്ദഗതിയിലാക്കി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഉയർന്ന ബോഡി മാസ് ഇൻഡെക്സ് ഉള്ളവരും കലോറി കുറവുള്ള ഭക്ഷണക്രമം പിന്തുടരുന്നവരും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം നിയന്ത്രിക്കുന്നതിന് ഉലുവ വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് ശീലമാക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനാൽ പ്രതിദിനം 10 ഗ്രാം ഉലുവ കഴിക്കുന്നത് വഴി HbA1c കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഉലുവയിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുന്നതിലൂടെയും കാർബോഹൈഡ്രേറ്റ് ആഗിരണം ചെയ്യുന്നതിലൂടെയും രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സാധിക്കും. ഷുഗർ കുറയ്ക്കാനായി ഉലുവ ഉപയോഗിക്കേണ്ടത് ഈ രീതിയിലാണ്. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉലുവയിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളം കുടിക്കുക. കൂടെ ഉലുവയും ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. 6-ാമത്തേത് മഞ്ഞൾ. പലവിധ ഔഷധ ഗുണങ്ങളുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് മഞ്ഞൾ. പ്രമേഹ രോഗികളിലെ ഇൻസുലിൻ തോത് നിയന്ത്രിക്കാൻ മഞ്ഞളിന് സാധിക്കും. മഞ്ഞളിൻ്റെ ആൻറ്റി ഗ്ലൈസീമിക് ഗുണമാണ് ഇതിന് സഹായിക്കുന്നത്. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറച്ച് ശരീരത്തിൻ്റെ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. പ്രമേഹമുള്ളവരുടെ ശരീരത്തിൽ മുറിവുകളുണ്ടായാൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മഞ്ഞൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുകയും മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും. മഞ്ഞളിലെ കുർക്കുമിൻ എന്നൊരു ഘടകമാണ് ഇതിന് സഹായിക്കുന്നത്. സാധാരണഗതിയിൽ പ്രമേഹ രോഗികൾക്ക് അമിതവണ്ണമുണ്ടാകും. അമിതവണ്ണമാണ് പ്രമേഹത്തിനുള്ള ഒരു പ്രധാന കാരണവും. മഞ്ഞൾ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന നല്ലൊരു ഘടകം കൂടിയാണ്. മഞ്ഞളിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിവൈറൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത്രയും ആരോഗ്യ ഗുണങ്ങളടങ്ങിയ മഞ്ഞൾ ഷുഗർ കുറയ്ക്കുന്നതിന് ഈ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. 1/2 ഗ്ലാസ് കൊഴുപ്പ് കുറഞ്ഞ പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചെറിയ ചൂടോടെ കുടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ പാനീയങ്ങളെല്ലാം ഷുഗർ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. ഷുഗർ കുറയ്ക്കാനായി നിങ്ങൾ ഡയറ്റ് നോക്കുന്നവരും എക്സസൈസ് ചെയ്യുന്നവരും മരുന്നൊക്കെ കഴിക്കുന്നവരായിരിക്കാം. എന്നാലും നിങ്ങൾക്ക് ഈ പാനീയങ്ങളെല്ലാം കുടിക്കാവുന്നതാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. പിന്നെ എല്ലാം കൂടെ ഒരു ദിവസം കഴിക്കരുത്. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. പിന്നെ ബ്ലഡ് ഷുഗർ നോർമൽ ലെവലിൽ നിൽക്കുന്നവർ ഈ പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിക് ലെവലിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്ലഡ് ഷുഗർ കൃത്യമായി മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്